മിക്ക പ്രൊഡക്റ്റിൻ്റെയും ജെനുവിൻ റിവ്യൂ കിട്ടുന്നത് കുറവായിരിക്കും അല്ലേ. ഒരു ബ്രാൻഡിൻ്റെ ജെനുവിൻ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് എന്താണോ ആ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് തോന്നിയത് അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനി ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ബ്രാൻഡിൻ്റെ നെയിം നീതി എന്നാണ്. അവരുടെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഓർഗാനിക്കാണ്. ഇത് അവരുടെ ഒരു പ്രൊഡക്റ്റാണ് ലിപ് ബാം. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ബി വാക്സ്, വൈറ്റമിൻ ഇ, ഷിയ ബട്ടർ, റോസ് ഹിപ്പ് ഓയിൽ, അങ്ങനെ കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അവരുടെ ലിപ് ബാം ഞാൻ കാണിച്ചു തരാം. ഞാനിത് കുറേ യൂസ് ചെയ്തു. ഇത് കണ്ടോ, അതായത് ഇത് നോൺ ടിൻറ്റഡ് ലിപ് ബാം ആണ്. പിന്നെ സ്മെല്ലാണെങ്കിലും നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ സ്മെല്ലായിട്ട് തോന്നത്തില്ല. ഈ പറയുന്ന ഐറ്റംസിൻ്റെ ഒക്കെ തന്നെ എന്തൊക്കെയോ ഒരു മിക്സായിട്ടുള്ള സ്മെല്ലാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ജെനുവിൻ ആണെന്ന് തന്നെ എനിക്ക് തോന്നിയത്. പിന്നെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് നമ്മൾ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ എന്നോട് 2 വീക്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം റിവ്യൂ പറയാൻ പറഞ്ഞത്. ഇപ്പോൾ 2 വീക്സിന് ശേഷം ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ്പിന് ചേഞ്ചസ് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പെട്ടെന്ന് വിസിബിൾ അല്ല, എന്നാലും എനിക്ക് മനസ്സിലാവുമല്ലോ ചേഞ്ചസ്. അങ്ങനെ ചെറിയ രീതിയിൽ ചേഞ്ച് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ലിപ് ബാം നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അവരുടെ വേറൊരു പ്രൊഡക്റ്റാണ് ഈ ഫുഡ് ബാം എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 12 ഹെർബ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫുഡ് ബാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ആഡ് ആവുന്നുണ്ട്. ഇതുപോലെ ഒരു കേസിനകത്താണ് ഈ ഫുഡ് ബാം വരുന്നത്. ഈ പ്രൊഡക്റ്റ് തന്നെയാണെങ്കിൽ ഇതിൻ്റെ അത് കോക്കോ ബട്ടർ, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് പ്രൊഡക്റ്റ് നോക്കിയാലും ഇതിൻ്റെ അകത്ത് ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളും ആഡ് ചെയ്തിട്ടില്ല. അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. 100% നാച്ചുറൽ ആണെന്നുള്ളത് ഇവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഫുഡ് ബാം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്മെല്ലല്ല. നമുക്കൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ സ്മെല്ലാണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാൽഭാഗത്തിലെ ക്രാക്ക് കാര്യങ്ങളൊക്കെ മാറും. ഇതിന് നല്ല സോഫ്റ്റ് ആവും. എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതൊരു നൈറ്റ് കെയർ റുട്ടീൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് കാൽഭാഗത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സോക്സ് യൂസ് ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മുടെ കാല് നല്ലതായിട്ട് സോഫ്റ്റ് ആവും. നമ്മൾ 2 വീക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പിന്നെ എനിക്കൊരു നൈറ്റ് ക്രീം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നീതിയുടെ തന്നെ. ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മുടെ ഫേസിൽ പുരട്ടിയിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ പോലെ നമുക്ക് ഫേസിൽ പുരട്ടി കിടന്നുറങ്ങാൻ പറ്റും. ഇതിൻ്റെ സാഫ്രോൺ മുതൽ എസെൻഷ്യൽ ഓയിൽ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഈ നൈറ്റ് ക്രീം ഡ്രൈ സ്കിന്നിനോ കോമ്പിനേഷൻ സ്കിന്നിനോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആക്നെ ഉള്ള സ്കിന്നിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഈ ബ്രാൻഡിൻ്റെ പേജും ടാഗ് ചെയ്തേക്കാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.